നമ്മുടെ ദുൽഖർ സൽമാന്റെ അയാം ഗെയിം സിനിമയുടെ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ട്രെയിലറിന്റെ അഭിപ്രായം പരിശോധിക്കാൻ നമുക്ക്. നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ദുൽഖർ സൽമാന്റെ അയാം ഗെയിം, നമ്മുടെ നിഹാസ് ഹിദായത്താണ് സംവിധാനം. നമ്മുടെ RDX എന്ന പടത്തിന്റെ സംവിധായകനാണ്. മ്യൂസിക് ജെയ്ക്സ് വിജയ്, നമ്മുടെ തുടരും സിനിമയിലെ കമ്പോസറാണ്. പിന്നെ എഡിറ്റർ ചെമ്മൻ ചാക്കോ ആണ്, ലോക സിനിമയിൽ എഡിറ്ററാണ്. പിന്നെ സിനിമയിൽ എടുത്ത് പറയുകയാണെങ്കിൽ സിനിമയിലെ ആക്ടേഴ്സ് മിസ്കിൻ ഉണ്ട്, ദുൽഖർ ഉണ്ട്, ആന്റണി പെപ്പ ഉണ്ട്, പിന്നെ നമ്മുടെ കൈതു ലോഹാർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമേന്റെ ട്രെയിലറിലൂടെ ആയിട്ട്. പിന്നെ നമ്മുടെ വിനയ് ഫോർട്ട് ഉണ്ട് സിനിമേന്റെ ട്രെയിലറിൽ. പടത്തെ ട്രെയിലർ കട്ട്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ പെർഫോമൻസ് കാഴ്ച ദുൽഖർ സൽമാൻ ആണ് കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും സോങ് സീക്വൻസ് ആണെങ്കിലും എല്ലാ ഒരു പെർഫോമൻസും എനിക്ക് നല്ലപോലെ സ്വാഗ് ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. കാരണം നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്കൊരു സ്വാഗ് തോന്നും. പൊതുവെ ഈ കോട്ടും സൂട്ടും കണ്ണാടിയും ദുൽഖർ സൽമാന് മാച്ചിങ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ എന്തോ ട്രെയിലറിലൊന്നും ഒരു സ്വാഗ് ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കാട്ടാളൻ സിനിമയും മാർക്കോ സിനിമ ഒന്ന് നോക്കി നോക്ക്. കാട്ടാളൻ സിനിമയിൽ ആന്റി പെപ്പറിന് ഒരു സ്വാഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല സിനിമയില്. നേരെ മറിച്ച് മാർക്കോയിലോട്ട് വന്നപ്പോൾ നമ്മുടെ ഉണ്ണി മുഖത്തിന് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് ട്രെയിലറിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമുക്ക് നല്ലപോലെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു സ്വാഗ് ഇപ്പൊ ഈ പറഞ്ഞ ഈ റോള് ഉണ്ണിമുഖന്തം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയട്ടെ നല്ല വൃത്തിക്കായിട്ടുണ്ടാവും. കാരണം പുള്ളിന്റെ ആ ഒരു കാലിബർ ഉണ്ട്, ഇങ്ങനെ ഓരോ ആക്ഷൻസും ഡയലോഗ് ഡെലിവറി അത് നല്ല മാച്ചിങ് ആയിരുന്നു മാർക്കോ സിനിമയുടെ എനിക്ക് തോന്നിയത്. ഇപ്പൊ അയാം ഗെയിമിന്റെ കാസ്റ്റിംഗ് മോശമാണെന്നല്ല, ചിലപ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ദുൽഖർ സൽമാൻ നല്ല സ്വാഗ് ഫീൽ ചെയ്തേക്കാം. എന്നാലും എനിക്ക് പുള്ളിക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു സ്വാഗും പഞ്ചും കിട്ടാത്ത പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം പറയാൻ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒന്നിനും വയ്യാൻ പറ്റാത്ത ദുൽഖറിനെയാണ് കാണാൻ പറ്റിയത്. എന്തായാലും പടം റിലീസ് ആവുന്നുണ്ട് ഓണത്തിന്. എന്തായാലും നല്ല അഭിപ്രായമാണെങ്കിൽ പോയി കാണത്തുള്ളൂ. പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പോൾ നല്ല ഹൈപ്പിന് വരുന്ന സിനിമയാണെങ്കിൽ പോലും വളരെ മോശമായ പെർഫോമൻസ് ആണ് ബോക്സ് ഓഫീസിൽ. നല്ല അഭിപ്രായമാണെങ്കിൽ പോയി കാണും, അത്ര തന്നെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് അയാം ഗെയിം സിനിമയിലെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അതിന് പക്ഷേ ആദ്യം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.